ഹലോ ട്രേഡേഴ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോ നമ്മുടെ ഒരു ലൈവ് ട്രേഡിംഗ് സീരീസിലേക്കുള്ള ഒരു വീഡിയോ ആണ്. അതായത് ഞാൻ എടുക്കുന്ന ട്രേഡുകൾ ഞാൻ ലൈവായിട്ട് റെക്കോർഡ് ചെയ്തുകൊണ്ട് ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യാറുണ്ട്. എല്ലാ ട്രേഡുകളും എനിക്ക് റെക്കോർഡ് ചെയ്യാനായിട്ട് സാധിക്കാറില്ല, പക്ഷേ ഒട്ടുമിക്ക എല്ലാ ട്രേഡുകളും ഞാൻ റെക്കോർഡ് ചെയ്തത് പബ്ലിഷ് ചെയ്യാറുണ്ട്. ആൻഡ് ഈ ഒരു ട്രേഡും ഞാൻ റെക്കോർഡ് ചെയ്തത് അപ്പോൾ പബ്ലിഷ് ചെയ്യാനായിട്ട് പോവാണ്. ആൻഡ് ഈ ഒരു ട്രേഡ് നിങ്ങൾക്ക് തമ്മിൽ കണ്ട പോലെ തന്നെ ഇതൊരു സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തിട്ടുള്ള ട്രേഡാണ്, നമുക്ക് ലോസ് വന്നിട്ടുള്ള ഒരു ട്രേഡാണ്. ആൻഡ് ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ ലോസ് വരുമ്പോഴാണ് നമുക്ക് കൂടുതൽ പുതിയ കാര്യങ്ങൾ പഠിക്കാനായിട്ട് സാധിക്കുക. ഓക്കെ, അത് എത്ര വലിയ പ്രൊഫഷണൽ ആയിട്ടുള്ള ട്രേഡർ ആയാലും ഓരോ ലോസിൽ നിന്നുമാണ് നമുക്ക് ഓരോ പുതിയ കാര്യങ്ങൾ പഠിക്കാനായിട്ട് പറ്റുക. അപ്പോൾ ലോസുകളെ നിങ്ങൾ ആ ഒരു രീതിയിൽ മാത്രം കണ്ടാൽ മതി. ലോസ് വന്നു എന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ടോ അല്ലെങ്കിൽ റിവെഞ്ച് ട്രേഡ് ചെയ്യേണ്ടോ ഓവർ ട്രേഡ് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. സോ ആ ഒരു കാര്യങ്ങൾ എപ്പോഴും മനസ്സിൽ വയ്ക്കുക. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ട്രേഡ് എടുത്തതെന്നുള്ള കാര്യങ്ങൾ ഞാൻ ആദ്യമേ തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാം. അതിനുശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം. ഓക്കെ ഗൈസ്, നമ്മളിവിടെ ഒരു ട്രേഡ് എടുത്തിട്ടുണ്ട്. ഞാൻ അവിടെ BTC USDTയിൽ 15 മിനിറ്റ്സിൽ ഞാനൊരു ട്രേഡ് എടുത്തിട്ടുണ്ട്. 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമിൽ ഒരു ഷോർട്ട് പൊസിഷൻ എടുത്തിട്ടുണ്ട്. ഞാനത് ഓൾറെഡി നമ്മുടെ ഡിസ്കോഡ് ഗ്രൂപ്പിൽ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഒരു ട്രേഡ് എടുത്തത് എന്നുള്ള കാര്യങ്ങൾ ഞാൻ ആദ്യമേ പറയാം. ഞാനിപ്പോൾ ഒരു 15 മിനിറ്റ്സിലാണ് നിൽക്കുന്നത്. ഞാനൊരു 4 അവർ ടൈം ഫ്രെയിമിലേക്ക് പോകുന്നുണ്ട്. അതിന് 4 അവർ ടൈം ഫ്രെയിമിൽ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ പ്രൈസ് ഡൗൺ ആയിട്ടുണ്ട്. ഓക്കെ, വളരെ സ്ട്രോങ് ആയിട്ടുള്ള സെല്ലിംഗ് പ്രഷറോടെ വന്നിട്ടുള്ളത് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ആൻഡ് പ്രൈസ് ഒന്ന് കൺസോൾട്ടേറ്റ് ആവുന്നുണ്ട്. ആൻഡ് കഴിഞ്ഞ 4 അവറിൽ ഓക്കെ, ഇപ്പോൾ ഫോം ആവുന്ന ക്യാൻഡിൽ തൊട്ട് മുമ്പുള്ള 4 അവർ ക്യാൻഡിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ വളരെയധികം പ്രൈസ് മേലേക്ക് പോകാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ശക്തമായിട്ടുള്ള സെല്ലിംഗ് പ്രഷറോട് കൂടിയിട്ട് പ്രൈസ് വളരെ വലിയൊരു വിക്ക് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് താഴേക്ക് വന്നിട്ടുള്ളതാണ് കാണാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഒരു ഷോർട്ട് പൊസിഷൻ എടുക്കാമെന്നുള്ളൊരു രീതിയിലുള്ളൊരു അനാലിസിസ് ഞാൻ നടത്താനായിട്ട് തുടങ്ങിയിട്ടുള്ളത്. അല്ലെങ്കിൽ ഒരു ഷോർട്ട് പൊസിഷൻ എനിക്കൊരു ഡയറക്ഷൻ കിട്ടിയിട്ടുള്ളത് അപ്പോഴാണ്. ഓക്കെ, എന്നിട്ട് അതിനുശേഷം ഞാനൊരു 1 അവർ ടൈം ഫ്രെയിമിലേക്ക് വന്നു. 1 അവർ ടൈം ഫ്രെയിമിലേക്ക് വന്നപ്പോൾ എനിക്കിതാ ഈ രീതിയിലുള്ള ഒരു ട്രെൻഡ് ലൈൻ വരയ്ക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇതാ ഇവിടെ പ്രൈസ് സപ്പോർട്ട് എടുക്കുന്നുണ്ട്, ഇവിടെ സപ്പോർട്ട് എടുക്കുന്നുണ്ട്, ഇവിടെ സപ്പോർട്ട് എടുക്കുന്നുണ്ട്, ഇവിടെ സപ്പോർട്ട് എടുക്കുന്നത്, അങ്ങനെ ഒരു സപ്പോർട്ട് എടുത്തുകൊണ്ടുള്ള ഒരു ട്രെൻഡ് ലൈൻ എനിക്ക് വരയ്ക്കാനായിട്ട് പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പോൾ പിന്നീട് ഞാൻ നോക്കിയിട്ടുള്ളത് ആ ഒരു ട്രെൻഡ് ലൈനിൽ ഒരു ബ്രേക്ക് ഔട്ട് കിട്ടണമെന്നുള്ള കാര്യമായിരുന്നു ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത്. ആൻഡ് ഞാൻ 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമിലേക്ക് പോയി. ആൻഡ് 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമിലേക്ക് പോയപ്പോൾ എൻ്റെ എൻട്രി ക്യാൻഡിൽ എന്ന് പറയുന്നത് ഈ ഒരു ഡോജി ക്യാൻഡിലാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്നും ഈ ഒരു ട്രെൻഡ് ലൈനിന് താഴേക്ക് വളരെയധികം ഒരു റിജക്ഷൻ കിട്ടുന്നുണ്ട്, ഒരു ബ്രേക്ക് ഔട്ട് കിട്ടുന്നുണ്ട്. ആൻഡ് അതൊരു ഡോജി ക്യാൻഡിലാണ്. സോ നമുക്ക് ഒരു പ്രൈസ് താഴേക്ക് പോകുമെന്നുള്ള കാര്യങ്ങൾ പ്രതീക്ഷിക്കാം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആ ഒരു ക്യാൻഡിലിൽ എൻട്രി എടുത്തിട്ടുള്ളത്. ആൻഡ് എൻട്രി എടുത്തിട്ടുള്ള എമൗണ്ട് എന്ന് പറയുന്നത് $420 ഞാനിവിടെ ഒരു എൻട്രി എടുത്തിട്ടുള്ളത്. ഞാനൊരു 10x ലിവറേജിലാണ് എടുത്തിട്ടുള്ളത്. സോ എൻ്റെ ടോട്ടൽ ക്യാപിറ്റൽ എന്ന് പറയുന്നത് $1243 എൻ്റെ ടോട്ടൽ ക്യാപിറ്റൽ. അപ്പോൾ അതിൻ്റെ 2% എന്ന് പറയുമ്പോൾ 24.86 ഓക്കെ, അപ്പോൾ ഞാൻ 10x ലിവറേജിൽ ട്രേഡ് എടുക്കുമ്പോൾ എൻ്റെ സ്റ്റോപ്പ് ലോസ് ആയിട്ട് വരുന്നത് 0.56 ആണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുമ്പോൾ എനിക്ക് എൻ്റെ റിസ്ക് മാനേജ് ചെയ്യണമെങ്കിൽ $420 ട്രേഡ് എടുത്താലാണ് ഈ ഒരു 5.6% ലോസ് വന്നാലും എനിക്ക് എൻ്റെ ടോട്ടൽ ക്യാപിറ്റലിൻ്റെ 2% $24 ലോസ് വരുള്ളൂ. ഓക്കെ, അപ്പോൾ ആ ഒരു കാൽക്കുലേഷനിലാണ് ഞാനിവിടെ ഈ ഒരു $420 ഇവിടെ ട്രേഡ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിനി നോക്കാം ഏത് രീതിയിലാണ് ഈ ഒരു ട്രേഡ് പെർഫോം ചെയ്യാനായിട്ട് പോകുന്നത് എന്നുള്ള കാര്യങ്ങൾ നോക്കാം. അതിനുശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ സംസാരിക്കാം. ഓക്കെ ഗൈസ്, നമ്മുടെ ഈ ഒരു ട്രേഡ് ഇവിടെ ലോസ് ആയിരിക്കുകയാണ്. നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഇവിടെ ഹിറ്റ് ആയിരിക്കുകയാണ്. സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തിട്ട് കുറച്ച് ദിവസമായി. ഞാൻ അത് ജസ്റ്റ് റീപ്ലേ ചെയ്ത് ആ ഒരു ഭാഗം മാത്രം ഞാൻ ഇട്ടിട്ടുള്ളതാണ്. അതിനുശേഷം ഒരുപാട് പ്രൈസ് മൂവ്മെൻറ്റ് ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. ആൻഡ് നമ്മുടെ ഡിസ്കോഡ് ഗ്രൂപ്പിൽ ഞാൻ ഈ ഒരു ട്രേഡ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് അതും സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആവുകയാണ് ചെയ്തിട്ടുള്ളത്. സോ അത് എടുത്തിട്ടുള്ള ആളുകൾക്ക് തീർച്ചയായിട്ടും ലോസ് വന്നിട്ടുണ്ടാവും. ആൻഡ് എൻ്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള ഒരു മിസ്റ്റേക്കാണ്. എന്നെ ഫോളോ ചെയ്തുകൊണ്ടായിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് ലോസ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് വളരെ വലിയൊരു സോറി ഞാൻ ആദ്യമേ തന്നെ പറയുകയാണ്. ആൻഡ് എപ്പോഴും ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങളുടെ റിസ്കിൽ തന്നെ, നിങ്ങളുടെ ഒരു സ്വന്തം റിസ്കിൽ മാത്രം നിങ്ങൾ ട്രേഡ് ചെയ്താൽ മതി. ഞാൻ എൻ്റെ ട്രേഡ്സ് ഷെയർ ചെയ്യുന്നു എന്ന് വിചാരിച്ചുകൊണ്ട് കംപ്ലീറ്റ്ലി എന്നെ ഫോളോ ചെയ്യണമെന്ന് ഞാൻ ആരോടും പറയില്ല. റിസ്ക് മൊത്തം നിങ്ങളുടെ തന്നെയാണ്. പൈസ ലോസ് ആവുന്നുണ്ടെന്നുണ്ടെങ്കിൽ പൈസ നഷ്ടപ്പെടാൻ പോകുന്നത് നിങ്ങൾ തന്നെയാണ്. ഓക്കെ, ഞാനൊരിക്കലും നിങ്ങൾക്ക് ലോസ് വരണമെന്ന് വിചാരിച്ചുകൊണ്ട് ഞാനൊരിക്കലും ട്രേഡ്സ് ഷെയർ ചെയ്യാറില്ല. ഞാൻ എടുക്കുന്ന ട്രേഡ്സാണ് സത്യസന്ധമായിട്ട് ഞാൻ എടുക്കുന്ന ട്രേഡ്സ് മാത്രമാണ് ഞാൻ ഷെയർ ചെയ്യാറുള്ളത്. അപ്പോൾ പ്രോഫിറ്റ് ആണ് എന്നുണ്ടെങ്കിൽ എനിക്കും പ്രോഫിറ്റ് ആയിരിക്കും, നിങ്ങൾക്കും പ്രോഫിറ്റ് ആയിരിക്കും. ലോസ് ആണ് എന്നുണ്ടെങ്കിൽ എനിക്കും ലോസ് ആയിരിക്കും, നിങ്ങൾക്കും ലോസ് ആയിരിക്കും. സോ ആ ഒരു കാര്യങ്ങൾ എപ്പോഴും മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. ആൻഡ് കോപ്പി ട്രേഡിങ്ങിൽ ഫോളോ ചെയ്യുന്ന ആളുകളോടും എനിക്ക് ഇത് തന്നെയാണ് പറയാനായിട്ടുള്ളത്. അപ്പോൾ കഴിഞ്ഞ കുറച്ച് ട്രേഡ്സ് കണ്ടിന്യൂസ് ആയിട്ട് ലോസ് ആയപ്പോൾ, കുറച്ച് ലോസ് വന്നപ്പോൾ ഞാൻ ചെയ്തിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ചെറിയൊരു ബ്രേക്ക് എടുത്തു എന്നുള്ള കാര്യമാണ്. അതായത് 1-2 ദിവസം ട്രേഡ് ചെയ്യാതെ അല്ലെങ്കിൽ ചാർട്ടൊന്നും നോക്കാതിരിക്കുക എന്നുള്ള കാര്യം മാത്രമാണ് ഞാൻ ചെയ്യാനായിട്ട് പോകുന്നത്. കാരണം വേറൊന്നുമല്ല, നമുക്ക് ചാർട്ട് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ഈ ഒരു ട്രേഡ് റിക്കവർ ചെയ്യണം, അല്ലെങ്കിൽ ഈ ഒരു ലോസ് റിക്കവർ ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ റിവെഞ്ച് ട്രേഡിങ്ങിനും അല്ലെങ്കിൽ ഓവർ ട്രേഡിങ്ങിനൊക്കെ നമ്മൾ നിൽക്കും. അപ്പോൾ ആ ഒരു കാര്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചാർട്ടിൽ നിന്നും ജസ്റ്റ് ഒന്ന് മാറി നിന്നിട്ടുള്ളത്. ആൻഡ് കഴിഞ്ഞ ദിവസം FOMC മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ദിവസം നമുക്ക് ട്രേഡ് ചെയ്യാനായിട്ട് നല്ലൊരു ദിവസമല്ല. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയാണ് ഞാൻ ജസ്റ്റ് ഒരു ബ്രേക്ക് എടുത്തിട്ടുള്ളത്. ആൻഡ് വളരെ ശക്തമായിട്ട് തന്നെ ഈ ലോസുകളെല്ലാം തിരിച്ചു പിടിക്കുന്ന രീതിയിൽ നമ്മൾ തീർച്ചയായിട്ടും തിരിച്ചു വരുന്നതായിരിക്കും.
സോ ലോസ് വന്നു എന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങൾ ഒട്ടും പാനിക് ആവേണ്ട കാര്യങ്ങളൊന്നുമില്ല. കാരണം ഓവറോൾ നിങ്ങൾക്ക് ടോട്ടൽ ക്യാപിറ്റലിൻ്റെ മേലെ നിങ്ങൾ പ്രോഫിറ്റിൽ തന്നെയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ലോസിനെ പേടിക്കേണ്ടതില്ല. ഓക്കെ, സോ എൻ്റെ ടോട്ടൽ ക്യാപിറ്റൽ നോക്കുകയാണെങ്കിൽ ഇപ്പോഴും ഞാൻ പ്രോഫിറ്റിൽ തന്നെയാണ്. ലോസ് വന്നു എന്നുണ്ടെങ്കിൽ പോലും ഞാൻ സ്റ്റാർട്ട് ചെയ്ത സ്ഥലത്ത് നിന്നും ഞാൻ എത്ര ക്യാപിറ്റൽ വെച്ചുകൊണ്ടാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അതിൽ നിന്നും ഞാൻ തീർച്ചയായിട്ടും പ്രോഫിറ്റ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ എനിക്കത് ടെൻഷൻ എടുക്കേണ്ട കാര്യമില്ല. ഒരു അടുത്ത 1-2 ട്രേഡിൽ എനിക്ക് ഈ ലോസ് എല്ലാം റിക്കവർ ചെയ്യാനും പ്രോഫിറ്റിലാവാനും സാധിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. സോ ലോസ് വന്നു എന്ന് വിചാരിച്ചുകൊണ്ട് ആരും ടെൻഷൻ ആവേണ്ട കാര്യമില്ല, പേടിക്കേണ്ട ആവശ്യമില്ല, ഇത് എല്ലാം ഇട്ടെറിഞ്ഞ് പോകേണ്ട ആവശ്യമില്ല. അതെല്ലാം തിരിച്ചു പിടിക്കാൻ സാധിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും സേഫായിട്ട് തന്നെ ട്രേഡ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഹാപ്പി ട്രേഡിംഗ്. അടുത്ത വീഡിയോയിൽ കാണാം.